1972 മുംബൈന്ന് പത്തേമാരിയിൽ കയറി 14 ദിവസം കന്നി യാത്ര. അവിടുന്നാണ് യാത്ര തുടങ്ങുന്നത്. വെള്ളമില്ല, ഭക്ഷണമില്ല, അങ്ങനെ പോയി കടൽ അവിടെ എത്തുന്ന നേരം ഒരു ദിവസം ഒരു തുള്ളി വെള്ളം തരും. അങ്ങനെ വായ പൊളിച്ചാൽ അതിലേക്ക് ഒഴിച്ചു തരും ഒരു തുള്ളി. ചിലവറിന് കരിക്കട്ടയും വെള്ളം കുടിച്ചാലും മതി, ഉപ്പുവെള്ളം കോരിയിട്ട് കടലിൽ നിന്ന് അതിൽ കരിക്കഷ്ണമൊക്കെ ഇടും, എന്നാലും കുറച്ച് ഉപ്പ് കുറയാൻ വേണ്ടിയിട്ട്. എന്ത് ഉപ്പ് കുറയുന്നത്? ഭക്ഷണമൊന്നും കൊണ്ടുപോകാൻ സമ്മതിക്കില്ലേ. ഇട്ട ഡ്രസ്സ് അതിൻ്റെ കൂടെ ഒരു ഡ്രസ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. നമ്മൾ മരിക്കണീൻ്റെ ഇടയ്ക്ക് ഒരാഗ്രഹം വെള്ളം കുടിച്ച് മരിക്കണം എന്ന് മാത്രമുള്ളതിനാണ്. പിന്നെ അത് അവിടെ കഴിഞ്ഞു. പിന്നെ ജോലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് കുറേ പറയണം. ജയിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കുമ്പോഴാണ് ഈ കൊറോണ വന്നത്. നമ്മളൊക്കെ കേട്. അപ്പോൾ ഞങ്ങളോട് 9 മണിക്ക് എന്നോട് മറ്റേ മുഹമ്മദിനോട് ഇറങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ 9 മണിക്ക് ഇറങ്ങണത്. നമ്മൾ എന്തായാലും സാധാരണ നമ്മളെ മലയാള സ്വഭാവം കാണിക്കുമല്ലോ. ആ മലയാള സ്വഭാവം എന്ന് പറഞ്ഞാൽ മലയാളികളും ആ സ്വഭാവം കാണിച്ചു. ഒരു 9:15 എത്തിയപ്പോൾ തന്നെ ബസ്സാണ് പോയി. 5 മിനിറ്റ് നിർത്തി. ഈ അനുഭവം വെച്ചിട്ട് എനിക്ക് യൂറോപ്പിൽ ഇതുണ്ടായി. ഇന്ത്യയിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ആദ്യം പറയാം ഡൽഹിയാണ്. ഡൽഹി നമ്മൾ ചരിത്രപരമായിട്ടൊരു. പിന്നെ നമ്മൾ തൊട്ടടുത്ത മൈസൂർ പോകുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പോയി വന്നതാണ്. പക്ഷെ മൈസൂർ എന്ന് പറഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. നോർത്ത് സൈഡിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പാലക്കാട്, കൽക്കത്ത ആ ഭാഗത്തേക്ക് പോകണം. പിന്നെ എങ്ങോട്ട് പോകണം? ഏതോ ആസാം, മണിപ്പൂർ, മേഘാലയ അവിടെയൊക്കെ പോയി. മണിപ്പൂരൊക്കെ പോയിക്കണിയാട്ടോ. പ്രായം വെറും അക്കങ്ങൾ മാത്രമാണ് തെളിയിച്ച വണ്ടൂരിലെ 2 സഞ്ചാരികളാണ് എൻ്റെ കൂടെ ഉള്ളത്. എല്ലാവർക്കും അറിയുന്നവരായിരിക്കും. ഒന്ന് എൻ്റെ ഉപ്പ തന്നെയാണ്, തോണിക്കടവൻ മുസ്തഫ. പിന്നെ ഉള്ളത് നമ്മുടെ ചാത്തോലി ഉമ്മർ, ഫോസ് ഉമ്മറാക്ക എന്നാണ് എല്ലാവർക്കും അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ യാത്രാ അനുഭവങ്ങൾ, അതായത് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ പ്രായത്തിൽ 75ഓളം രാജ്യങ്ങൾ വിസിറ്റ് ചെയ്ത ആൾക്കാരാണ് രണ്ടുപേരും. അപ്പോൾ ഇവരുടെ യാത്രാ അനുഭവങ്ങളാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഉപ്പയുടെ കേസിൽ ഇപ്പോൾ പത്തേമാരിയിലൂടെയാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഇപ്പൊ പത്തേമാരിയിലൂടെ ഗൾഫിലെത്തിയ ആളാണ്. 1972 മുംബൈന്ന് കപ്പലിന്ന് പത്തേമാരിയിൽ കയറി 14 ദിവസം കന്നി യാത്ര. അവിടുന്നാണ് യാത്ര തുടങ്ങുന്നത്. 14 ദിവസം കൊണ്ട് അബുദാബിയിലെത്തി. ഷാർജയിലെ ഒരു അന്ന് കാട്ടുപ്രദേശമാണ് കൽബ. അവിടെ പോയിട്ടാണ് 1972 മെയ് 6-ാം തീയതി അവിടുന്ന് പോയത്. മുംബൈന്ന് പോയി. മെയ് 6-ാം തീയതി പോയിട്ട് 14 ദിവസം. പിന്നെ ഷാർജയിലെ ഒരു ഉൾനാട്ടിലെത്തി കൽബയിൽ നിന്ന്. പിന്നെ അവിടുന്ന് തുടങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ഒരു ജീപ്പിൽ കയറിപ്പോയി, വഴിയിൽ നിന്ന് പോലീസ് പിടിച്ച് ജയിലിൽ കടന്ന്. പിന്നെ പത്തേമാരിന്ന് ഇറങ്ങുന്നത് എവിടെയാണ്? ഈ കൽബ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഈ പത്തേമാരിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. സ്റ്റാർട്ടിങ് മുതലേ പിറ്റേ ദിവസം മുതലേ ഭക്ഷണങ്ങളൊന്നും ഇല്ലാതെ പിന്നെ അങ്ങനെ ദിവസം ജീവിച്ച്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. മൊത്തം 400ഓളം പേരുണ്ടായില്ല. മലയാളികൾ 4 പേരാ? അല്ലല്ല, ഞങ്ങളൊരു ഗ്യാങ്ങിലായിട്ട് ഞങ്ങളെ ഏജന്റിന്റെ അടുത്ത് 4 ആള് മാത്രം. ഞങ്ങൾ 4 ആളായിരുന്നു. അതിൽ പിന്നെ അത് പിരിഞ്ഞ് ഒരു പൂക്കോട്ടൂർക്കാരൻ, ഒരു വയസ്സായ ആളുണ്ടായിരുന്നു അന്ന് ഞങ്ങളുടെ കൂടെ. വെള്ളമില്ല, ഭക്ഷണമില്ല, അങ്ങനെ പോയി കടല് അവിടെ എത്തുന്ന നേരം ഒരു ദിവസം ഒരു തുള്ളി വെള്ളം തരും. അങ്ങനെ വായ പൊളിച്ചാൽ അതിലേക്ക് ഒഴിച്ചു തരും ഒരു തുള്ളി. ആദ്യം 2-3 ദിവസം മറ്റേ കഞ്ഞി തരും കുറച്ചൊരു ചരട്ടിയില്. അത് കുടിച്ചിട്ട് അങ്ങനെ പോയി. പിന്നെ പിന്നെ അതില്ലാതെ ഈ വഴി തെറ്റി കുറേ ഓടി. അന്ന് ഇപ്പോഴത്തെ സംവിധാനങ്ങളൊന്നുമില്ല. ഇത് വഴി തെറ്റി അങ്ങനെ പോയിക്കൊണ്ടിരുന്ന് കടലിൽ 6-ാമത്തെ ദിവസം മുതൽ മരിക്കൽ തുടങ്ങി. 6-ാമത്തെ ദിവസം ഒരു തമിഴൻ മരിച്ചു. പിന്നെ അതിന് രാത്രി അർദ്ധരാത്രിയൊക്കെ വെള്ളത്തിൽ കെട്ടി താത്തി. അവർക്ക് അതിന്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഈ പത്തേമാരിയിൽ പോകുമ്പോ അവര് പറഞ്ഞിരുന്നു നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മള് ദുബായിക്ക് പോയല്ലേ, വേറെ ഒന്നും. ഇന്ത്യയിലെ അടിയാണ് ഇത്. വലിയൊരു കൂട് പോലത്തെയാണ്. അതിൽ കുറെ വെള്ളി, അന്ന് വെള്ളി കള്ളക്കടത്തൊക്കെ നടക്കുന്ന കാലങ്ങളാണ്. വെള്ളി, ആസ്പെറ്റോസ്, ഉള്ളി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. റിസ്ക് എടുത്ത് പോകാൻ കാരണം എന്താ? ഇങ്ങനെ പത്തേമാരി പോകുന്നത് റിസ്ക് ആണ്. അന്ന് വിസ പാസ്പോർട്ടിനെ പറ്റി അറിയില്ല. വണ്ടൂർക്കാർക്ക് അന്ന് പാസ്പോർട്ട് എന്താ, വിസ എന്താ ഒന്നും അറിയാത്തൊരു കാലങ്ങളാണ്. അല്ല, ഇത്ര റിസ്ക് എടുത്ത് പോകാൻ കാരണം
അത് ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ പോയി. അല്ല, ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടും അത് പോയി. അതില് അന്ന് സാഹസികല്ലേ, നല്ല പ്രായമല്ലേ, 26-ാമത്തെ വയസ്സിലൊക്കെ അല്ലേ പോക്ക്. 26-ാമത്തെ വയസ്സിലൊക്കെ. പിന്നെ എങ്ങനെ അബുദാബിയിലെത്തപ്പെടുന്നത്? അബുദാബിയിൽ ലാസ്റ്റ് മൂവ്മെന്റിലെത്തി. പിന്നെ ഷാർജയിലെത്തി. അവിടുന്ന് പിടിച്ച് എല്ലാവരും 6-ാമത്തെ ദിവസം വന്ന് 6-7 ദിവസം വന്നപ്പോൾ അളിയൻ വന്ന് ഇറക്കിക്കൊണ്ട് 50 ദർഹം കിട്ടിയിട്ട് നീന്തി പോകുന്നുണ്ടല്ലോ കുറെ. നീന്തി പോകല് ഇത് ഈ പത്തേമാരി പറഞ്ഞാല് ഷിപ്പുമാരി അവിടെ കടലില് അടുക്കൂല. കുറെ ഇപ്പുറത്തെത്തിയിട്ട് തോണിയില് ഒരു ചെറിയ വഞ്ചി ഇറക്കിയിട്ട് അതിലിങ്ങനെ കെട്ടി വലിച്ച് കുറച്ച് വഴിയിലിട്ട് ഇറങ്ങിക്കോളിന്നറിയും. അതിൽ നീന്ത ഉടുപ്പുകളൊക്കെ പോയി, ഭക്ഷണം എല്ലാം എല്ലാവരും അത്രയൊന്നുമില്ല. ഭക്ഷണമില്ലായ്മയും അവിടെ ചെന്നിട്ടൊരു ഷഡ്ഡി ഇടാൻ വരെ കഴിയില്ല. ആടി ഇങ്ങനെ നിക്കല്ലേ, പട്ടിണി നടന്ന് പല്ലൊക്കെ തേച്ചിട്ട് എത്ര ദിവസമായി. പല്ലൊന്നും ഇല്ലല്ലോ, തേപ്പില്ല, പല്ലൊക്കെ ഉണ്ടില്ലായിരുന്നു. അങ്ങനെ പോയി മലശോധന, മറ്റേ ഇത് ടോയ്ലറ്റ് ഒന്നും ഇല്ല, ആർക്കും ആവശ്യമില്ല. 3-4 ദിവസമുള്ള ആദ്യം വയറ്റിലൊക്കെ പോയി, പിന്നെ ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ ഇരിക്കുക, ഇവിടെ എത്തും ഇങ്ങനെ ഓരോരോ അഭിപ്രായം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാന്നല്ലാതെ ഈ ഇതിനുള്ളിൽ പത്തേമാരി കൂടാണ്. ഒരു ദിവസം കുറച്ച് സമയം ഓരോരുത്തരും ചേഞ്ച് ആക്കും, മുകളിലിരുത്തും, ബാക്കി ഉള്ളിലേക്ക് വിടും. അതിൽ തൂഫാൻ വന്ന്, അതെ കൊടുങ്കാറ്റ് വന്നപ്പോഴാണ് ഇതിൽ ഉള്ളിച്ചാക്കൊക്കെ ഉണ്ട്, അതിലൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ട് ചിലവറിന് കരിക്കട്ടയും വെള്ളം കുടിച്ചാലും മതി, ഉപ്പുവെള്ളം കോരിയിട്ട് കടലിൽ അതിൽ കരിക്കഷ്ണൊക്കെ ഇടും, എന്നാലും കുറച്ച് ഉപ്പ് കുറയാൻ വേണ്ടിയിട്ട്. എന്ത് ഉപ്പ് കുറയുന്നത്, ഭക്ഷണമൊന്നും കൊണ്ടുപോകാൻ സമ്മതിക്കില്ലേ. ഇട്ട ഡ്രസ്സ് അതിന്റെ കൂടെ ഒരു ഡ്രസ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. ഞങ്ങൾ പോയത് കഥ കുറേ ഉണ്ട്. ബോംബെയിൽ എത്ര എത്തിയറിയില്ല. നമ്മളെ ഓരോരുത്തർ അതിലാണ്. സർവീസ് ചാർജ് ഒക്കെ 500 റുപ്യ ആകെ. 72-ല് അത് അന്നത്തെ 500. റംല ബീഗത്തിന്റെ ഒരു പരിപാടി നടന്നിട്ടുണ്ട്. അതിന്റെ ടിക്കറ്റിന്റെ ഒരു കഷ്ണമാണ് എല്ലാവർക്കും ടോക്കൺ കൊടുത്തത്. ട്രെയിൻ റംല ബീഗ അന്ന് പാട്ട് പാടാൻ വന്നിരുന്നത്. ആ ടിക്കറ്റിന്റെ കുറെ ബാക്കി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏജന്റ് ഇത് കൊടുത്താൽ മതിയായിരുന്നു. ആ ട്രെയിൻ കയറി തന്നെ ബസായി കയറുന്ന സ്ഥലത്തേക്കാ എല്ലാവരും പല പല സ്റ്റേഷനിൽ കയറണം. പൈസ കൊടുത്തിട്ട് ഈ ബസായിലുണ്ട് ഇറങ്ങുന്നതോട് കൂടി ലൈറ്റ് റെയിൽവേ സ്റ്റേഷനിൽ മുഴുവൻ ലൈറ്റ് കൊണ്ട് ഓഫാക്കി. ഒക്കെ കൈക്കൊല്ലിന്റെ പണിയാ. ആളൊക്കെ പുറത്തിറങ്ങിയിട്ട് ബസായി അവിടുന്ന് കുറേ ദൂരം പോകണം ട്രെയിനിന്. ഓരോരുത്തരെയും ഓരോരോ ടിവിന്ന് കയറുക, അതിൻ്റെ അപ്പുറത്തെ ദേശത്ത് നിന്ന് കയറുക, ഇങ്ങനെ കയറി ഒന്നിച്ച് പോയിട്ട് കയറാൻ പറ്റില്ല. അത്ര ഒരു ഗ്രാമത്തിലാണ്. അവിടുന്ന് കുറേ നടന്നിട്ടാണ് ലാഞ്ചില്ല. ഈ ലാഞ്ച് പാടത്തിൽ കൂടെയൊക്കെ പോയി അവിടെ എത്തി. പിന്നെ അവിടെ എത്ര കാലം ജോലി ചെയ്തു? അബുദാബിയിലാണ് ആദ്യത്തെ ജോലി? ഇല്ലല്ല, ദുബായില് പട്ടിണി ഇല്ലാത്തവർക്കൊക്കെ അന്ന് ജോലി കിട്ടും. ജോലി വേണ്ടേ? ഞാനൊക്കെ 2 റുപ്യക്കൊക്കെ പണിയെടുത്തിട്ടുണ്ട്. ആദ്യത്തെ ജോലി എന്തായിരുന്നു? ആദ്യത്തെ ജോലി പ്രത്യേകിച്ച് പറയാൻ ഹോട്ടൽ പണിയൊന്നുമില്ല. രാവിലെ പോയി അന്വേഷിക്കാൻ റോഡും കൂടെ ഇരിക്കും. അറബികൾ വല്ലതും വരുമ്പോൾ എല്ലാവരും ഓടിച്ചെല്ലും, പണിയുണ്ടോ ഇല്ല അറിയും, മടങ്ങും. അങ്ങനെ അളിയന്റെ കുറച്ച് സ്വാധീനമുള്ളതുകൊണ്ട് അവിടുന്ന് പൈസ അവിടുന്ന് വാങ്ങാൻ പറയണം, ആവശ്യമില്ലേ. 1 റുപ്യ 2 റുപ്യൊക്കെ അങ്ങനെ വാങ്ങുള്ളൂ. ഭക്ഷണമൊക്കെ അവിടുന്ന് കഴിച്ച് ഇങ്ങനെ ഒന്ന്. അതിൽ അന്ന് 7 രാജ്യങ്ങളിലും 7 നിയമങ്ങളാണ്. 7 എമിറേറ്റ്സിലും അന്ന് UAE ആയിട്ടില്ല. അപ്പൊ ഈ അജ്മാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അജ്മാനില് പൈസ കൊടുത്താൽ, കൈക്കൂലി കൊടുത്താൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും. അപ്പൊ പോയതിന്റെ കഥയിൽ ഈ ലാഞ്ച് ഇറങ്ങിയിട്ട് ഞങ്ങൾ 3 കൂടെ നടന്നു. അപ്പൊ അയാൾക്ക് പരിചയമുള്ളതുകൊണ്ട് അയാളെങ്ങളൊരു നേതാവാക്കി ഇങ്ങനെ കൊടുത്ത് എല്ലാവരും നടന്ന് കൂട്ടം കൂടി പോരുതായിരുന്നു. 2 3 കൂടിയിട്ട് നടക്കുകയാണ്. പിന്നെ ലാഞ്ച് ഇറങ്ങിയിട്ട് അണ്ടർവെയറൊക്കെ ഇടുമ്പോ വീഴും, കിടന്നിട്ടാ ഇട്ടിരുന്നത്. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, നിന്നിട്ടില്ല, കുടിച്ചിട്ടില്ലത്. ഈ സാധനം ഇങ്ങനെ ആടി പോവല്ലേ. അതിൽ അവിടുന്ന് ഇങ്ങനെ പോയി. നമ്മള് മരിക്കണീന്റെ ഇടക്ക് ഒരാഗ്രഹം, വെള്ളം കുടിച്ച് മരിക്കണം എന്ന് മാത്രമുള്ളായിരുന്നു ഞങ്ങൾക്ക്. എല്ലാവർക്കും മൂന്നൊക്കെ. അതിൽ നടന്ന് കുറെ വീണും മുള്ളും ചെരുപ്പൊന്നുമില്ല, ഒക്കെ പോയിക്കണേ. അതിൽ ഇങ്ങനെ പോയപ്പോ ഇയാള് മറ്റേ മുസ്തഫ നായ ഓളി കിട്ടുന്ന ശബ്ദമുണ്ട്. നമ്മൾ അവിടെ പോയാൽ അവിടെ എന്തായാലും ആൾക്കാരുണ്ടാവും, നമ്മൾ അങ്ങോട്ട് നടക്കുക, ആദ്യം വെള്ളം കുടിച്ച് മരിക്കാലോ എന്നാണ്.
ഈ വയസ്സായ ആള്. മലയാളി. ഞങ്ങൾ മൂന്നാളും മലയാളം. അയാൾ പൂക്കോട്ടുകാരനാ. മൂപ്പരിപ്പോഴും ഉണ്ടോ ജീവിച്ചു? അയാളൊക്കെ മരിച്ചിട്ട് കുറെ കൊല്ലങ്ങളായി. അയാൾ അന്ന് തന്നെ 10-50-60 അതില് വെള്ളം കിട്ടാതെ അങ്ങനെ പോയി അവിടെ വെള്ളം തെരഞ്ഞ് ആ വീടും തെരഞ്ഞ് ചെറിയ ലൈറ്റൊന്നുമില്ലല്ലോ കാരണം അയാളിങ്ങനെ പോയപ്പോ കാലിങ്ങനെ ചവിട്ടിയപ്പോ ഒരു തണുപ്പ്. അപ്പൊ ഈത്തപ്പഴത്തോട്ടത്തിൽ നിന്ന് നനയ്ക്കണ വെള്ളം പോയ ചാലുകളാണ്. അതിലവിടെ കടന്ന് മാന്തി മൂന്നാള് കൈയോണ്ട് മാന്തൽ കിട്ടിയില്ല. പിന്നെയും പോയി. പിന്നെയും നടന്ന് ഈ വയസ്സായ ആള് വീണു. പിന്നെ ഞങ്ങൾ രണ്ടാളായി. മറ്റൊരു നല്ലൊരു ഇതായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അവനും വീണു, ഞാനും വീണു, മൂന്നാളും വീണു. മൂന്നാളും വീണ് ഇത് ഞങ്ങള് രാവിലെ ഞാൻ ഉണർന്നു നോക്കുമ്പം പടച്ചോൻ കൊണ്ടെന്ന് വെച്ചാൽ കിണറാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു കിണറിന്റെ ബക്കത്ത് കയറും ബക്കറ്റും അടക്കം ഞങ്ങള് മൂന്നാള്. ഈ മൂന്നാളില് അതിന് വെള്ളം കോരിയപ്പോ അത് മീട്ടാപ്പാനി എന്ന് പറയും, ഒരു ചെറിയ പുളിരസല്ല വെള്ളം. ഞങ്ങൾ വെള്ളം കോരിയപ്പോ ആ ഒരു ബക്കറ്റ് വെള്ളത്തിന് ഞങ്ങൾ മൂന്നാള് കണം കൊടി. അവൻ പിടിച്ചു, ഞാൻ പിടിച്ച് വാങ്ങി അതില് കുടിച്ച്. വെള്ളം എത്ര കുടിച്ചാൽ എത്ര ബക്കറ്റ് വെള്ളം കുടിച്ചാൽ അത് എവിടെ പോയി കാണൂല. അപ്പൊ ഇങ്ങനെ കുടിക്കാം, പിന്നെയും കുടിക്കും, പിന്നെയും കുടിക്കും. ഇങ്ങനെ കുടിച്ചൊരു 10 സ്റ്റെപ്പാണ് നടക്കുമ്പോഴേക്ക് ഞങ്ങൾ റിവേഴ്സിൽ രണ്ടാമതും വരും, പിന്നെയും കുടിക്കുന്നത്. വെള്ളം കുടിച്ച് കുറച്ച് അങ്ങോട്ട് നടന്നോട് കൂടി ഓരോരുത്തർ വീണ് കിടക്കുന്നുണ്ട്. ആരും കിണറ് കാണാതെ എല്ലാരും വിളിച്ചുകൊണ്ടെന്ന് വെള്ളം കുടിപ്പിച്ചു. പിന്നെയും കുടിക്കും, അവര് വരും, പിന്നെ വേറെ ആൾക്കാരെ കൊണ്ടുവരും, അവരും കുടിക്കും. പിന്നെ ഒരാളെ ബ്രഷ് കൊണ്ട് തന്നെ ഒരാൾ പല്ലിയേക്കൽ തുടങ്ങി. പിന്നെ ഇങ്ങനെ ആയി. പിന്നെ അവിടുന്ന് 10 റുപ്യയിലൊക്കെ അപ്പക്ക് നേരം വെളുത്ത് ലാൻഡ് റോവർ ഓടൽ തുടങ്ങിയില്ല. അന്ന് ലാൻഡ് റോവർ മാത്രമേ ഉള്ളൂ അവിടെ, മണൽക്കൊടി കാട്ടിക്കൂടെയൊക്കെ പോണേ. അവരെ ഓടൽ തുടങ്ങി. 10 റുപ്യയിലെല്ലാം അതിൽ കയറിപ്പോയി. എൻ്റെ അടുത്തുണ്ടായിരുന്നു 10 റിയാൽ, 30 അയച്ചു തന്നായിരുന്നു, 20 റിയാലുണ്ടായിരുന്നു. ആ 10 കൊണ്ട് റോയറിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് അതെന്നെ ആ 10 തന്നെ ബാക്കിയത്. ഇതിൽ കപ്പല് ഭയങ്കര കൊടുങ്കാറ്റ്, ഈ ലാഞ്ചിന് കൊടുങ്കാറ്റിൻ്റെ അടിച്ചോട് കൂടി കൂട്ട നൊലോളിച്ചപ്പോ അതില് ഇവര് അജ്മീർക്ക് വലിയൊരു പാത്രമാണ് കൊണ്ടുവച്ചു. ഇവര് മറ്റേ അതിൽ എല്ലാവരും ഉള്ള പൈസ ഒക്കെ അതിലുള്ള തുടങ്ങി. ഏതായാലും മരിക്കല്ലേ. ഞാൻ ഡ്രോയറിന്റെ നൂലിനുള്ളിൽ കൂടെ വെച്ചിരുന്നു. ആ 10 തിരികി പിന്നെ ഞാൻ വിചാരിച്ചു ഓല് മരിച്ചാലേ ഞാനും മരിക്കുള്ളൂ വിചാരിച്ചാൽ അവിടെ തന്നെ വെച്ച്. പിന്നെ അതങ്ങനെ പോയി തൂഫാനൊക്കെ അടങ്ങി ഇങ്ങനെ പോയി. അത് ഒരുപാട് പറയാണ്ട്, 13 ദിവസത്തെ യാത്രയല്ലേ. അതില് പിന്നെ പോയി ആ 10 റുപ്യം കൊണ്ട് ലാൻഡ് റോവറിൽ കയറി. അപ്പൊ എന്റെ കയ്യുമ്പോ ചെറിയൊരു മോതിരം ഉണ്ടായിരുന്നു. ആ ജീപ്പാരന് കൊടുത്തു ഞാൻ. ഇവനും കൊണ്ടുപോകണം ഒരാസം. ഈ കോർഫക്കാനിലെ അതിനൊക്കെ കയറ്റിയില്ല. പിന്നെ അവിടെ ഇരുന്ന് അവിടെ ചെന്നപ്പോ ചായപ്പീടിയും കാര്യമൊക്കെ അന്ന് ഇന്ത്യൻ പൈസ കൊടുക്കും അവിടെ ചായപ്പീടിയിൽ. അന്ന് UAE എല്ലാ സ്ഥലത്തും പണം എത്തിയിട്ടില്ല. ഇന്ത്യൻ പൈസ 2 അണ 4 അണ എന്നാ പറയല് ഇപ്പോഴും. അതില് ഓരോ ചായയൊക്കെ കുടിച്ച് അവിടുന്ന് ഇന്ത്യൻ പൈസയും കുറച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് ചായയും അതും ഇതൊക്കെ കുടിച്ച് കുറച്ചു നേരം ഇരുന്നു. അപ്പൊ എന്റെ കൂടെയുള്ള ആള് പറഞ്ഞു, പിന്നെ ഇപ്പൊ ചായ കുടിച്ചാൽ ഇപ്പൊ ഭക്ഷണം കഴിച്ചാല് കാല് വേറെ അല്ല, നമുക്ക് കുറച്ചു നേരം കഴിച്ചിട്ട് കഴിക്കാറുണ്ട്. പിന്നെ കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് പിന്നെ ഓരോരുത്തരെയും അവിടുന്ന് പീടിയിൽ ബ്ലേഡൊക്കെ സംഘടിപ്പിച്ച് എല്ലാവരും താടിക്കറിയായിട്ടുള്ള ബ്രഷും ബ്ലേഡൊക്കെ സംഭവിച്ച് അവര് താടിയൊക്കെ പഠിച്ച് എല്ലാം ഉഷാറായി. പിന്നെ അവിടുന്ന് ജീപ്പില് കോർഫുഖാനിന്ന് മറ്റേ ജീപ്പിൽ പോയി ലാൻഡ് റോവറിൽ ഇങ്ങോട്ടെത്തി ഷാർജക്ക് എത്തുന്നതോടുകൂടി വഴിയിൽ വെച്ച് പോലീസ് പിടിച്ചു. ആ ജീപ്പ് മുഴുവൻ സറണ്ടർ ചെയ്ത് ഞങ്ങളെ കൊണ്ടേ എല്ലാവരും ജയിലിട്ടപ്പോൾ ഇതിന്റെ മുന്നേ പോയ ആൾക്കാരൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ ജയിലിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സ്വർഗമായിരുന്നു. കാരണം ഭക്ഷണം ഒന്നും കഴിച്ചില്ലല്ലോ ഇത്രയും ദിവസം. അന്ന് സിഗരറ്റ് വലിച്ചിരുന്നു. ഒരു സിഗരറ്റ് കുറ്റി ആരെടുത്തേലും ഉണ്ടെങ്കിൽ അതിന് പിടിയും പയ്യ. അതില് പിന്നെ അവിടെ ഈ ഞങ്ങളെ ചവിട്ടാക്കും, തിരിച്ച് വയക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജയിലിൽ 7 ദിവസം. അത് ജയിലൊരു സ്വർഗമായിരുന്നു ഞങ്ങൾ തെളിഞ്ഞപ്പോ. അപ്പൊ എന്നിട്ട് തന്നെ അന്നെടുത്ത ഫോട്ടോ ഉണ്ട്. എന്റെ ഫോട്ടോ ഒക്കെ കണ്ട് കണ്ണൊക്കെ കൊണ്ടു ചാടിയിട്ടായിരുന്നു. അവിടുന്ന് ജയിലിൽ പോയി. പിന്നെ ഇവര് വന്ന് എന്നെ ഇറക്കിക്കൊണ്ടേ. പിന്നെ അത് അവിടെ കഴിഞ്ഞു.
പിന്നെ ജോലിന്റെ കാര്യമൊക്കെ പറഞ്ഞ് കുറെ പറയാനുണ്ട്. ഏകദേശം 30 വർഷമല്ലേ പ്രവാസം? 23 വർഷം, 24ാമത്തെ വർഷം. പിന്നെ നാട്ടിൽ സെറ്റിൽ ആകുന്നത്? നാട്ടിൽ സെറ്റിലാണ് 95. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഉമ്രാക്ക അങ്ങനെ ഗൾഫിൽ ബോംബെ യാത്രയല്ല, പ്രവാസിയായിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ട്. ഞാന് 72 മറ്റേ റംല ബീഗത്തിന്റെ ഇത് ഇപ്പോഴൊന്നും എനിക്ക് ഓർമ്മയുണ്ട്. മറ്റേ അംസ റൈസ് മില്ല് പറഞ്ഞാണ്ട് മറ്റേ പള്ളിക്കുന്നമ്മല് പോണ ഓപ്പോസിറ്റ് ഒരു റൈസ് മില്ലുണ്ട്. ആ റൈസ് മില്ലിനാണ് ആ പരിപാടി നടക്കണം. അപ്പൊ അന്ന് അതിന്റെ കുട്ടികളാവുമ്പെല്ലാം അങ്ങനത്തെ പ്രായമാണ് നമ്മളൊക്കെ. ആസാദിന്റെ ഇവരൊക്കെ ഒരു ഇതിലിന്റെ ഒരു പരിപാടി വരുന്നു റംല ബീഗത്തിന്റെ. അന്നൊക്കെ അങ്ങനെ വന്ന് അങ്ങനെയുള്ള പോട്ടുമേളകൾ ഒരുപാട് നടത്തി കൊടുക്കുമ്പോഴത്തെ അങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ട്. അതിലിങ്ങനെ അങ്ങാണ് നമ്മള്. ആദ്യം പോയ രാജ്യം ഏതാണ്? ആദ്യം പോയ വിദേശ രാജ്യം. വിദേശ രാജ്യം ഞാൻ ഇന്ത്യ പറഞ്ഞപ്പോ അവിടുന്ന് തുടങ്ങാൻ. അല്ല, ഇന്ത്യ അല്ലാതെ ആദ്യം പോയ രാജ്യം ഞാനും എൻ്റെ സുഹൃത്തും കൂടി ആദ്യം ഇവിടെ എന്താ പറയാ സിംഗപ്പൂർ. ഓക്കെ, സിംഗപ്പൂരാണ് ആദ്യം പോയത്. ഇപ്പൊ ഉമ്രക്ക ഏകദേശം 78 മുതല ഞാൻ 84 ഞാൻ പോയിട്ട്. എത്ര രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഇതുവരെ? എന്ന് പറഞ്ഞാല് 72 രാജ്യത്തോളം പോയി. നിങ്ങൾ ചില രാജ്യത്തിന്റെ വ്യത്യാസങ്ങളാണ് ബാക്കിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് മിക്കവാറും പോവാറുണ്ട്. ഇപ്പൊ ഏത് മുതലാണ്, ഏത് വർഷം മുതലാണ് ഇങ്ങനെ? അത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ 82 മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു മറ്റേ നൽബർക്കാരൻ്റെ മോഹൻബാലിയാണ്. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ രണ്ടാളും കൂടി പോവുക. അമേരിക്ക പോയി, അമേരിക്ക പോയി, യു എസ് പോയി, പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മറ്റേ സൗത്ത് ആഫ്രിക്കയും മൊറോക്കോ ഒക്കെ കണ്ടു. ഇപ്പൊ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം? ഇഷ്ടപ്പെട്ട അതാണ് ആ ചോദ്യത്തിനാണ് ഓരോരോ ചോയ്സാണ്, പിന്നെ ഓരോരോ അനുഭവങ്ങളാണ്. ഇഷ്ടപ്പെട്ട രാജ്യം എന്ന് പറയുമ്പോ നമുക്ക് ചെലവ് കുറഞ്ഞ രാജ്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന അത് വരികയാണെങ്കിൽ നമുക്ക് യൂറോപ്യൻ ഭാഗത്ത് സ്വിറ്റ്സർലാൻഡ്, മറ്റേ ജർമ്മനി ഇങ്ങനെയൊക്കെ വരുന്നു. ഇപ്പൊ ആ രാജ്യങ്ങളിലൊക്കെ വരാം. നിങ്ങൾക്ക് എന്നോട് അന്ന് പറഞ്ഞത് ചൈനയുണ്ട്. ചൈന മാറ്റാണ്. ചൈനനെ പറ്റി പറയുമ്പോ എന്താ ചൈന എന്നും ആദ്യം ഇതിൽ വളരുകയാണ്, മനസ്സിലായില്ല. മറ്റത് അങ്ങനെയല്ല. മറ്റത് സീനറി, ഞാൻ സീനറി ഇഷ്ടപ്പെടുന്നതും ചരിത്രം ഇഷ്ടപ്പെട്ടോളാം. അപ്പൊ ചരിത്രത്തിനെ പറ്റി പറയുമ്പോ നമുക്ക് സോവിയറ്റിനൊക്കെ റഷ്യനെ പറ്റി പറയുമ്പോഴൊക്കെ വലിയൊരു ചരിത്രമല്ല. എന്തുകൊണ്ട് ചൈന? ചൈനയും തിരക്കാൾ ചൈനയെ പറ്റി പറയണില്ല. ചൈനയിലും ഉണ്ട് മറ്റേ നമ്മൾ ഈ എന്താ പറയാ അവിടെ പാർക്കിനെ പറ്റി ഓർമ്മയിൽ വരുന്നില്ല. അതൊക്കെ ടിയാൻമെൻ സ്ക്വയർ, സോറി, അത് നല്ലൊരു കാഴ്ചയാണ്. ചൈനയിലാണ്. ആ, ചൈനയിൽ ടിയാൻമെൻ സ്ക്വയറിലാണല്ലോ ശരിക്കും മറ്റേ ഇവര് മറ്റേ മാവോ സേസിങ് വന്നിട്ട് ഇത് ചെയ്തിട്ട് എടുത്ത് ജനങ്ങൾ അഭിമുഖം ചെയ്തത് അതാണ്. ഈ മറ്റേ ഇവിടുത്തെ ചക്രവർത്തിനെ എതിരായിട്ട് ഒന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതെടുത്ത് ടിയാൻമെൻ സ്ക്വയറിലാണ്. ശരിക്കും ഇപ്പൊ നിങ്ങളെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ പലരും ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഈ വയസ്സിലും അല്ല, ഇതിപ്പോ എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്, ഓരോ ആൾക്കാർക്ക് ഓരോ ചോയ്സ്. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാനിപ്പോ ഫസ്റ്റിൽ ഇന്ത്യ കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ മൈസൂർക്കാണ് പോകുന്നത്. നമ്മളൊക്കെ അന്നത്തെ കാലം അതാണ്, മൈസൂരാണ്. പിന്നെയാണ് പിന്നെ തമിഴ്നാട്ടിൽ വിട്ടത്. തമിഴ്നാട് പാപ്പൻ്റെ കച്ചവടം ബിസിനസ് ഒക്കെ ആയതുകൊണ്ട് ആ ലെവലിൽ അങ്ങനെ പോയി. പിന്നെയാണ് ബോംബെ അങ്ങനെ ഇതായിട്ട് പോയി. രാജ്യങ്ങൾ കാണാൻ മറ്റ് പ്രവാസികളെ യാത്ര പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഇജ്ജ് വരണം ബോംബെ പോകുമ്പോൾ പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് മുഹമ്മദ് പറഞ്ഞ ആൾ. അപ്പോൾ ഇജ്ജ് പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബോംബെ ഒക്കെ ഇപ്പോൾ എത്രയോ ദിവസം ഇവിടെ കച്ചവടം മുടങ്ങൂല, അങ്ങനെയാണ് ബിസിനസ് കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ പ്രശ്നമല്ലേ, ഒന്നാ ചെയ്യാൻ നമ്മൾ പോകുക നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരു പ്രാവശ്യം അവിടെ നിങ്ങോട്ട് മടങ്ങുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു ഫ്ലൈറ്റിൽ വരെ കയറിയിരിക്കുന്നത്. സത്യത്തിൽ പറയുകയാണെങ്കിൽ 72 കാലിലാണ്. മുംബൈയിൽ നിന്ന് മറ്റേ ഇവിടേക്കാണ്, അല്ല കൊച്ചി മറ്റേ ഇവിടേക്ക് എന്താ പറയാ കോയമ്പത്തൂർ. മംഗലാപുരത്തേക്ക് എടുക്കുക കാരണം മംഗലാപുരത്ത് നിന്ന് എനിക്ക് പെട്ടെന്ന് അന്നത്തെ എന്താ അറിയില്ല, റൂട്ടുകളും ഇതൊന്നും അറിയില്ല. ബസ് പൂണം കെട്ടി തിരിച്ചു പോരും. അപ്പോൾ പിന്നെ ഞങ്ങൾ കോയമ്പത്തൂർ ആകുമ്പോൾ എനിക്ക് പരിചയമുള്ള സ്ഥലം പറഞ്ഞു കൊടുത്ത. അപ്പോൾ അവിടെ നല്ല ഇറങ്ങണ്ട, അവിടെ ഇറങ്ങിക്കാണ്ട് പിന്നെ ബസ്സിന് പാലക്കാട് ഒന്നാണ് അങ്ങനെ പോകുന്ന ആള്. ഇപ്പോൾ ഈ 75ഓളം രാജ്യങ്ങൾ പോയി പറഞ്ഞു. ഇപ്പോൾ ചില രാജ്യങ്ങൾ പോകുമ്പോൾ
പോകേണ്ടില്ലായിരുന്നു, വന്നത് ശരിയായില്ല. അതുണ്ടാവും. അതെന്താ വെച്ചാല് അങ്ങനെ ഒരു രാജ്യമാണ് അത് മിഡിൽ ഈസ്റ്റിന്റെ എല്ലാ ഭാഗങ്ങളും മിക്കവാറും ഒരേ മാതിരിയാണ്. അടിപൊളിയാണല്ലോ. യൂറോപ്പൊക്കെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ മറ്റേ പറഞ്ഞ മാതിരി അസർബൈജാന്, ഉസ്ബെക്കിസ്ഥാൻ, അല്ല, കസാഖിസ്ഥാൻ അവിടെ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ഒന്നിന്റെ ഒരു ഇതില് മറ്റേ റഷ്യ സോവിയറ്റ് യൂണിയനിൽ പോയ ആൾക്കാരാണ്. അപ്പൊ ആ പ്രദേശം പോയി കാണുകയാണെങ്കിൽ ഇതൊക്കെ ഒരേമാതിരി തന്നെ കാണും. പിന്നെ ചിലത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഇപ്പൊ മുസ്താഖ് പുറത്ത് പോയ കസാഖിസ്ഥാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഒന്നും ഒരു ചരിത്രപരമായിട്ടൊന്നും ഇല്ലട്ടോ പറയാം. ഞാൻ പോകാൻ വേണ്ടിയിട്ടൊക്കെ പേപ്പറൊക്കെ ശരിയാക്കി കൊടുക്കുകയും അവർ മൂപ്പര് പറഞ്ഞ പോകണം. ഏതുകൊണ്ടാ ഈ കസാഖിസ്ഥാൻ കസാഖിസ്ഥാൻ എന്ന് പറഞ്ഞാല് അവിടെ ഒരു പ്രകൃതി നല്ല ഭംഗി, അവിടെ മുഴുവൻ മരങ്ങളും അതും അതെ. അതിപ്പോ നമ്മൾ പോയി മറ്റുള്ള അവിടെ ആദ്യമായിട്ട് കുതിരത്തേക്ക് കഴിച്ചേ. അവിടെ കുതിരയിറച്ചി. കുതിരയിറച്ചി അവിടെ മെയിൻ കുതിര. മെസ്സേജ് അയച്ചിരുന്നു എനിക്ക്. ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ കുതിരയിറച്ചി എല്ലാരും കഴിച്ചപ്പോ അത് 70% ആൾക്കാർ മുസ്ലിങ്ങളാണ്. അവരൊക്കെ കഴിക്കുന്നുണ്ട്. ഇല്ലല്ല. എന്നിട്ട് അയാൾ ഇന്നലെ രാത്രി ഉണ്ട് എനിക്ക് മെസ്സേജ് അയക്കണം. മൂപ്പര് പറഞ്ഞു ആദ്യം പാടില്ല. അത് പാടില്ല. പണ്ടത്തെ കാലത്ത് കുതിരനെ ഇറച്ചി കഴിച്ചിരുന്നു, കുതിരയിറച്ചി നമുക്ക് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി ഉണ്ട് നമ്മളെ പള്ളിക്കല കുതിരയിറച്ചി. ഇത് കൊണ്ടുവരുമ്പോ എല്ലാരും മുസ്ലിങ്ങളൊക്കെ ഉണ്ട് ഇതില്. അപ്പൊ കുതിരയിറച്ചി കാണുമ്പോ എല്ലാരും മാറി തിന്നു. നല്ല രസമല്ല. ഫ്രാൻസിന്റെ കാര്യം പറയുമ്പോഴേ എല്ലാം ഇതിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സൗത്ത് ആഫ്രിക്കയിൽ ഇവർ കൊണ്ടുപോകുന്നുണ്ട് ഒരു രാത്രി. നമ്മളെ ഒരു സൗത്ത് ആഫ്രിക്ക കാട്ടിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ആനന്ദൊക്കെ കണ്ട് രാത്രി വന്നിട്ട് ഒരു എന്താ പറയാ കാട്ടിലാണ്. അവിടെ ഇതൊന്നുമില്ല, ഇലക്ട്രിസിറ്റൊന്നുമില്ല. ഒക്കെ ഈ പന്തം വെച്ച് കത്തിച്ചിട്ട് മരത്തിന്റെ ടേബിളൊക്കെ വെച്ചിട്ട് ഇരിക്കണം. നമ്മളെ മരത്തിന്റെ ടേബിൾ പറഞ്ഞാൽ മരത്തിന്റെ ഇതുണ്ടല്ലോ, മറ്റേ ഇന്ത്യയൊക്കെ എല്ലാം മോഡലുകൾ ഉണ്ടാക്കുമല്ലോ ആ യൂറോപ്യൻ സൈഡിലൊക്കെ അതുമാതിരി വെറും മരങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് വെച്ചിട്ട് പിന്നെ ഈ പെട്രോമാക്സ് ഉണ്ടല്ലോ, നമ്മളെ പഴയ ആലാവതി വിളക്ക് എന്നൊക്കെ പറയും പുസ്തകം പറയിക്കാരോ. അങ്ങനെ വളച്ചിട്ടൊരു അങ്ങനത്തെ വിളക്കുകളൊക്കെ ഞാൻ കണ്ടതാണ് അവിടുന്ന്. അവിടെ നമുക്ക് അന്നത്തെ രാത്രി ഭക്ഷണം, എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ പരിപാടിയും അയച്ചാൽ ആഫ്രിക്കൻ കാട്ടിലില്ല ഡാൻസും അതും ഇതും എല്ലാം. അങ്ങനെ ഒരു പരിപാടി വലിയുണ്ടായിരുന്നു. അതിൽ മറ്റേ എന്താ പറയുക ഇൻട്രസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ട്രാവൽസ് ഞാൻ വളരെ ഇഷ്ടപ്പെട്ടത്. അതേമാതിരി നമ്മൾ ചെന്നപ്പോൾ അത് സൗത്ത് ആഫ്രിക്ക മാത്രം. സൗത്ത് ആഫ്രിക്കയിൽ മറ്റേ 2 സ്ഥലമുണ്ടല്ലോ, എന്താ പേര് പറഞ്ഞാൽ വേറെ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏതാ പോയിട്ടില്ല. പിന്നെ മൊറോക്കോ പോയി. പിന്നെ ഈജിപ്ത് പോയി. ഒരു ഭാഗം സൈഡ് മറ്റേ ഇതിൽ വരുമല്ലോ, ആഫ്രിക്കൻ കൺട്രിയിൽ വരുമല്ലോ. ബാക്കി അതും ആഫ്രിക്കൻ കൺട്രിയിലാണല്ലോ വരിക, ഈജിപ്ത്. അങ്ങനെ മൂപ്പര് കെനിയ പോയി. മൃഗങ്ങളൊക്കെ നല്ല ആളുകളാണ്, നല്ല രസം. അതെന്താണ് എല്ലാ ചിലർക്ക് പറ്റും. രാവിലെയാണ് പോയാല് ഹണ്ടിങ്ങിനാണ് പോയാല് ജീപ്പിൽ തുറന്ന ജീപ്പിലാണ് പോവാണ്. മൃഗങ്ങൾ കാണാം. അത് സൗത്ത് ആഫ്രിക്കയിലും തന്നെയാണ്. രാവിലെ വിടും വല്ല ഈ മിലിറ്ററി വണ്ടി മാതിരിയുടെ വണ്ടിന്റെ പച്ചട്ടൊക്കെ ഇട്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഡ്രസ്സിന് ചുവപ്പ് ഡ്രസ്സ് ഇടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ മൃഗങ്ങളെ ആകർഷിക്കാൻ ഒരു വലിയൊരു വിഷയമുണ്ട്. അപ്പോൾ അവിടെ ചുവപ്പ് ഡ്രസ്സ് അല്ലാത്ത പച്ചക്കാണ് വളരെ നന്നായി അറിയും. ഇവരടുത്തൊക്കെ വയർലെസ് ഉണ്ടാവും. എവിടെയെങ്കിലും ആരെങ്കിലും ഒരാൾ അന്ന സാധനത്തിന് അവിടെ കണ്ടിട്ട് പറഞ്ഞാൽ വയർലെസ് കൊടുത്താൽ എല്ലാ വണ്ടിയിലേക്കും അപ്പൊ ഈ 4 ഭാഗത്തുനിന്നും വണ്ടികൾ അതേ സെയിം തന്നെയാണ് സൗത്ത് ആഫ്രിക്ക. 4 ഭാഗത്തും ആൾക്കാരാണ് വന്ന് നിറയും വണ്ടികള്. എന്റെ അഭിപ്രായത്തില് പുലികളിയും ഇതൊക്കെ ഒരു ഭാഗത്ത് കണ്ടാൽ അപ്പൊ തന്നെ വാക്കിട്ടൊക്കെ വിളിച്ചിങ്ങൾ പറയണം. അപ്പൊ എല്ലാ വണ്ടികളും ഒക്കെ പാടേണ്ടി വരാണല്ലോ ഓർത്തും. അങ്ങനെ നിങ്ങൾക്ക് തരാൻ മറ്റത് ആനൊക്കെ ആഫ്രിക്കൻ കാരണം അവിടെ നിന്ന് നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ആന അവിടെ അങ്ങനെ വന്ന് ആന വലുപ്പം കണ്ട ഞാൻ ഭൂലോകത്ത് അങ്ങനത്തെ ഒരു ആന കണ്ടിട്ടില്ല. അതിൻ്റെ കൊമ്പ് തിരങ്ങാൻ ഉയരം പറയും. ആ സാധനം അങ്ങനെ വെറുതെ തോണ്ടിട്ടാൽ മതി. നമ്മളാ ഒരു പോയാൽ മാതിരിയുള്ള സ്ഥലമായി പോയി അത്ര ഭീകരത വരുന്നൊരു രാജ്യമാണ് ഈ ആഫ്രിക്ക. ഒന്നും ചെയ്തില്ല. വേറെ ഏത് രാജ്യങ്ങൾ അത്ഭുതമായിട്ട് പിന്നെ അത്ഭുതമായിട്ട് തോന്നാന്ന് പറഞ്ഞാല് അമേരിക്കൻ അത് വേറെ. അത് അല്ലേ നമ്മള്
ഇതിലായാലും പറയുകയാണെന്നുണ്ടെങ്കിൽ ചരിത്രം പറയുമ്പോൾ BC 2000 മുമ്പൊക്കെ ആവുമല്ലോ മറ്റേ ഈജിപ്തിന്റെ കഥ ഇതൊക്കെ വരും. ഈ ഫറോവന്റെ തുർക്കിയൊക്കെ നല്ല സ്ഥലം. തുർക്കി അതേമാതിരി ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ അതൊക്കെ മ്യൂസിയം ഉണ്ട്, അതൊക്കെ കാണാനുണ്ട് അവിടെ. പിന്നെ ഈ എന്താ പറയാ ഒരു പുറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോണൊരു ഇതുണ്ട്, എന്താ മറന്ന് ഇവിടുന്ന് പോയിട്ട് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അതിൻ്റെ അകത്ത് കൂടെ പോയി കണ്ട് കാണുന്ന സ്ഥലമുണ്ട്. ഇനി കാണാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളൊക്കെ ഏതൊക്കെയാ? ആഗ്രഹം എനിക്ക് തെക്കൻ അമേരിക്ക ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. അത് തെക്കൻ അമേരിക്ക മറ്റേ പെറു, അർജന്റീന, ബ്രസീല്, അതിന്റെ കടലാസ് പേപ്പറുകൾ ഞാൻ ഇപ്പൊ വേണം, മുമ്പ് ഇല്ല. അപ്പോ എല്ലാ പേപ്പറും ശരിയാക്കിയിട്ട് വൈലാക്സ് അതിന് പറഞ്ഞു 490 TCS ഒന്നുമില്ല, 490 തന്നാൽ മതി മറക്കാന്നൊക്കെ പറഞ്ഞ സോമൻസിലൊക്കെ പേപ്പർ ശരിയായിക്കോളെ അറിയാം. പേപ്പറൊക്കെ അയച്ചു വെക്കുമ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കുമ്പോഴാണ് ഈ കൊറോണ വന്നത്. നമ്മളെ ഗതികേട് അന്നത് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് വലിയൊരു നിരാശായി. അപ്പം നേരം ഒന്ന് നോക്കി. ഇപ്പൊ നോക്കുമ്പോൾ 10 lakhsന്റെ ഇത് വേണം, പിന്നെ ഇൻകം ടാക്സ് ഇൻകം ടാക്സിന്റെ ഫയൽ ചെയ്തപ്പോൾ 2 lakhsന്റെ ഇത് അടക്കേണ്ടി വരും. കുറഞ്ഞ കൊല്ലത്ത് അത് വേണം. അപ്പൊ ഇക്കൊല്ലം അടച്ചാലും പോരാ, അടുത്ത കൊല്ലം കൂടി അടച്ചിട്ട് നിങ്ങൾ പേപ്പർ സബ്മിറ്റ് ചെയ്താൽ മതിയാവും. അതോട് കൂടി പിന്നെ ഞാൻ പിന്നെ അതിൽ പോകുന്നതിന് ഭാര്യനായിട്ടും പോയതുണ്ട്, അതൊന്നും പ്രശ്നമില്ല. അതിലെല്ലാം മിസറിലും അല്ല ഈജിപ്തിലെ ഇതിലെല്ലാം പോയതുണ്ട്. പിന്നെ എന്താ പറയാ ഒരു പ്രാവശ്യം ഇവിടേക്ക് പുറത്തൊക്കെ തന്നെ പോയിക്കണം, മലേഷ്യക്ക് ഒരു പ്രാവശ്യം പോയിക്കണം. പിന്നെ ഇവിടെ ഇല്ല ഈ ഭാഗങ്ങളിലൊക്കെ കാശ്മീർക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഏറ്റവും ചെലവ് കുറച്ച് പോകുമ്പോൾ ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് യാത്ര അതാണ് അത് മായിന്റെ പോക്കേ പറ്റുള്ളൂ. മാഹിന്ന് പറഞ്ഞിട്ടൊരാളുടെ യൂട്യൂബില് അല്ല ഇപ്പൊ ഈ തായ്ലാന്റ് മലേഷ്യ എന്നല്ലാതെ നമുക്ക് വളരെ ചീപ്പായിട്ട് പോകാൻ പറ്റുന്ന, അതാണ് ഞാൻ പറഞ്ഞത്. നല്ല കാണാനും തിരക്കുള്ള കുറച്ച് പുറത്തായിട്ട് വരുന്ന ഒരു രാജ്യമാണ് നമ്മളെ മറ്റേ സിംഗപ്പൂർ. കുറഞ്ഞ ചിലവിൽ എന്ന് പറഞ്ഞാൽ എന്തായാലും ഇപ്പൊ എങ്ങനെയായാലും പോവുകയാണെങ്കിൽ ഒരു 50 ഉറുപ്പിന്റെ ഉള്ളിലല്ലാതെ ഇപ്പത്തെ കാലത്ത് പോകാൻ കഴിയും, പാക്കേജിലിട്ടു. അല്ലെങ്കിൽ ദിവസം കണ്ട് പോവുകയാണെങ്കിൽ ഞാൻ ശേഖരിച്ച് പോകുന്നെങ്കിൽ അല്ല ഈ ചെറുപ്പക്കാർക്ക് അങ്ങനെ പോകാൻ സാധിക്കും. നമുക്ക് വൈകില്ല നോക്കാം. നമുക്കാകുമ്പോൾ എന്താ പറയുക, ഈ രാവിലെ ഇവരെ കൂടെ കയറുമല്ലോ. മറ്റത് നമുക്ക് ഇന്ന് കുറച്ച് ക്ഷീണാണെങ്കിൽ നമ്മൾ റൂമ് കിടക്കും. ഇവരാവില്ലല്ലോ, ചെറിയ പയ്യന്മാരാകുമ്പോൾ അവർക്ക് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അവരങ്ങനെ യാത്ര ചെയ്തും കൊണ്ടേയിരിക്കും. ഭാഗത്തുനിന്ന് കണ്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയ ഒരു 50 വയസ്സിന് ശേഷമല്ലേ ഇങ്ങനെ ഭയങ്കരമായിട്ട് അല്ലേ? 50 വയസ്സിന്റെ മുമ്പ് കൂടുതൽ ചെയ്തപ്പോൾ അടുത്ത അത് ഉണ്ടായത് അങ്ങനെ തന്നെ. അത് ഒരു 50 വയസ്സ് മുതൽ 60 വയസ്സിന്റെ ഉള്ളിലായിട്ടാണ് മിക്കവാറും തുടക്കം. അഭിപ്രായം ചെറുപ്പമാകുമ്പോ തന്നെ പോകണമെന്നില്ല അഭിപ്രായം. പറയാം. പിന്നെ യാത്ര ഒരു ചോയ്സാണ്, ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ഉണ്ടാവുക. എനിക്കത് കാണണം, കുറെ ആൾക്കാർക്ക് ബിൽഡിങ് കാണാതാവും, ചില ചരിത്രപരമായിട്ട് കാണാതാവും, ചില ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് അങ്ങനെ പോകണമുണ്ട്. നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കിട്ടും, നമുക്ക് അതിന് ആവശ്യം വരുന്നില്ല. ഞങ്ങൾ ഈ തന്നെ വരില്ല, 30 ബന്ധപ്പെടാൻ ഷാർപ്പ് 7 മണിക്ക് അവിടെ എത്തിക്കോളാം. മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോടുകൂടി 9 മണിയാകുമ്പോൾ നമ്മൾ ഒരു ഡിസിപ്ലൈനാണ്. ചില പട്ടാളക്കാരൊക്കെ മാറി നമ്മൾ 9 മണിയാകുമ്പോൾ തന്നെ ബസ് അവിടെ റെഡി ആയിട്ട് നിൽക്കുക ഉണ്ടാവും. നമ്മൾ വെയിറ്റ് ചെയ്യാൻ ഇത് പാടില്ല. ഒരു യാത്രയിലേക്ക് അങ്ങനെ കൊടുക്കും തായ്ലൻഡിൽ. അപ്പോൾ ഞങ്ങളോട് 9 മണിക്ക് എന്നോട് മറ്റേ മുഹമ്മദിനോട് ഇറങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ 9 മണിക്ക് ഇറങ്ങണത്. നമ്മൾ എന്തായാലും സാധാരണ നമ്മളെ മലയാള സ്വഭാവം കാണിക്കുമല്ലോ. മലയാള സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ സ്വഭാവം കാണിച്ചു. ഒരു 9:15 എത്തിയപ്പോഴത്തേന് ബസ്സാണ് പോയി. 5 മിനിറ്റ് നിർത്തി. ഈ അനുഭവം വെച്ചിട്ട് എനിക്ക് യൂറോപ്പിൽ ഇതുണ്ടായി. കാരണം യൂറോപ്പിൽ പോകുമ്പോൾ അവിടെ ഒരു മിനിറ്റ് ഒരു സെക്കൻഡിന് വിലയുണ്ട് സ്ഥലമാണ്, വെയിറ്റ് ചെയ്താൽ. അപ്പൊ ഞാൻ എന്നിട്ട് പിന്നെ വേടന്മാരോട് ഞാൻ അങ്ങോട്ട് ഉപദേശിക്കാം, നിങ്ങളൊരു 8 മണിക്ക് എന്ന് പറഞ്ഞാൽ ഒരു 7:00 പറഞ്ഞിരുന്ന നമ്മളെ കൈകത്തം പാടിയിട്ട് എല്ലാവരും എത്തുമ്പോഴത്തേന് ഒരു 8:15 എത്തിക്കോളും. 8 മണിക്ക് പോകാന്നാണ് 8:15 പോകാതെ തീരുമാനിച്ചത്. അതിനൊരു 7:00 ഇവിടെ ഓളിനാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സാവട്ടോ യൂറോപ്പിൻ്റെ. ശരിയാണ്, അവിടെ വേറെ ബസ്സുണ്ട്. അവിടെ ഈ ബസ്സിന്റെ ഒരു ടൈമുണ്ട്. ഇത്ര ടൈം വരെ ഓടിക്കഴിഞ്ഞാൽ ആ ബസ് നിർത്തണം. അവിടുത്തെ ഡ്രൈവേഴ്സിന് അങ്ങനെ ഉണ്ട് യൂറോപ്യൻ ഭാഗങ്ങളിലൊക്കെ.
അത് അമേരിക്കയിലുണ്ട്. അത് അവിടെ അവർക്ക് സ്റ്റേഷനിൽ എത്തിയിട്ട് നമുക്ക് മൂത്രയിക്കാനൊക്കെ കഴിയുള്ളൂ. അപ്പൊ അതിന്റെ ടൈം കീപ്പ് ചെയ്തിട്ടാണ് ഇവർ വിടുക. കണ്ടമാന സ്പീഡിൽ വണ്ടി വിടാൻ പാടില്ല. ഒരു പരിധി ആ പരിധിയിലേ വിടുള്ളൂ. എത്ര ചങ്ങായി നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, നമ്മള് ഇവനൊക്കെ ഇതായ റോഡ് ഇട്ടിട്ടാണ് വിട്ടോടെ വേണം, ഞാൻ വിട്ടാൻ പറ്റില്ല. കാരണം ഈ ടൈം മുതൽ ആ ടൈം വരെ ഓൻ അവിടെ എത്തിയിട്ട് അതിനെ ചെയ്യണം. റിപ്പോർട്ട് ചെയ്യണമെന്നാണ് തോന്നുന്നു എനിക്ക്. അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കേണ്ടി വരും എൻ്റെ കമ്പനിക്ക്. ബസ്സിൻ്റെ ഒക്കെ ഓരോ കമ്പനികളാണ്. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ടില്ല പോക്കിന് നമ്മളെ കേരളക്കാരൻ്റെ ഈ സമയം മാറിങ്ങാണ്ട് 2 മണിക്കൂർ വെക്കിയിട്ട് പോവാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. നിർത്തുമ്പോ ബസ് കഴിക്കുന്നുണ്ട്. അതിന്റെ ഇടക്ക് ബസ് കഴിയുമ്പോൾ അതിന്റെ ഇടക്ക് മറ്റുള്ളവർ അവിടെ കമ്പനി ഒക്കെ ചെയ്യാറ്. ബസ്സിന്റെ ഓരോ സ്ഥലത്ത് ചെന്നിട്ടും ഷെങ്കൻ കൺട്രീസിലൊക്കെ ബസ്സിലാണ് പോകല്ലേ. പോയാൽ പോണവരെ പോയി കഴിഞ്ഞാൽ എല്ലാം ഈ പാടം കൃഷി തന്നെ ഒരു പണിക്കാരനെ വരെ പാടത്ത് കാണില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവില്ല. ജനങ്ങളെ കാണാൻ കൊടുക്കും. ആളുകളാണ് നല്ല ആൾക്കാരായിട്ട് തോന്നിയില്ലെങ്കിൽ നമ്മളോട് നല്ല രീതിയിൽ നമ്മൾക്ക് പിന്നെ ചെയ്യവർക്ക് ഇപ്പൊ ഇങ്ങനെ പറയാം. അവരായിട്ട് സംസാരിക്കും. അവരായിട്ട് നമ്മൾ ചൈനയിൽ പോകുന്ന സമയത്ത് ചൈനയിലാണെങ്കിൽ ഇങ്ങനെ എഴുതി കാണിക്കില്ല. അതിപ്പോ നമ്മള് കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, 10 എഴുതി കൊടുത്താൽ നമുക്ക് അതിന് അങ്ങനെ കാണിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. അതിന്റെ ആശയവിനിമയം മിക്കവാറും നമ്മളെ ഒരു ബന്ധത്തിനുണ്ട്. ഒക്കെ കാണുന്ന കാൽക്കുലേറ്ററാണ്. ഞാൻ പോണ കാൽക്കുലേറ്റർ കൂടുതൽ വിസിറ്റ് ചെയ്ത രാജ്യം ഏതാണ് നിങ്ങളെ കേസിൽ? ഏറ്റവും സൗദി അറേബ്യ. അത് കഴിഞ്ഞിട്ട് യൂറോപ്പിൽ അല്ലെങ്കിൽ യൂറോപ്പില് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ 3 പ്രാവശ്യം പോയി. ഷെങ്കൻ കൺട്രീസ് എത്ര പ്രാവശ്യം പോയി? ഷെങ്കൻ ഞാൻ 6 പ്രാവശ്യം പോയിട്ടുണ്ട്. 6 പ്രാവശ്യം. ഓക്കെ. മറ്റേ ഇവിടുന്ന് ലണ്ടനില് അവിടുന്ന് വേറെ വിസ അടിച്ചു പോയി. ഷെങ്കൻ കൺട്രീസിൽ ഏറ്റവും സ്വിറ്റ്സർലാൻഡ് തന്നെയാണോ? സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ഫ്രാൻസ്. അതിൽ ജർമ്മനി ഇപ്പൊ നമ്മളിപ്പോ പുസ്തകമാതിരി ഒരു ലൈനിൽ പോകുമ്പോൾ ഒരു ഹൈവേ ഭാഗത്ത് കൂടെയാണ് നമ്മൾ പോകണം. നേരെ മറിച്ച് ഞാൻ രണ്ടാമത് ഈസ്റ്റേൺ മറ്റേ ഭാഗത്തൊക്കെ പോവുകയാണ് യൂറോപ്പൊക്കെ. ആ ഈസ്റ്റേൺ യൂറോപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഓസ്ട്രിയൻ്റെ മറ്റേ തലസ്ഥാനം വിയന്ന, ആ ഭാഗത്ത് കൂടെ അങ്ങനെ പോകും. ഇത് നമ്മൾ പോകുമ്പോൾ ഈ ഓസ്ട്രിയൻ്റെ ഈ ഭാഗത്ത് കൂടെ പോകണം. അപ്പോൾ തലസ്ഥാനം കാണില്ല. അപ്പോൾ ഈ 2 ഭാഗം ഈസ്റ്റേൺ ടൂറിസവും ഈസ്റ്റേൺ യൂറോപ്പും കാണണം, മറ്റവും കാണണം. സാധാരണ പേര് കൊണ്ടുപോകുക, ഈ പാക്കേജുകാർ കൊണ്ടുപോകുക. ഇപ്പം ഞാനും അങ്ങനെ തന്നെയാണ്. ബസ്സിൽ പോകുമ്പോൾ ഈ ഹൈവേയിൽ വിട്ടിട്ട് ഓരോ ദിവസം ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിർത്തുക, അവിടെ കാൾട്ട് ചെയ്യുക. അപ്പോൾ നമ്മളന്ന് അവിടെ എല്ലാം ഒക്കെ കണ്ടതിന് ശേഷം പിറ്റേന്ന് രാവിലെ പോവുകയാണ്. അങ്ങനെയാണ്. രാത്രി നമ്മൾ റൂമിലേക്ക് വരുള്ളൂ. അതുവരെ നമുക്ക് വിസിറ്റ് ചെയ്ത് കാണിച്ചു തരും. ഭക്ഷണമൊക്കെ നമ്മൾ ഒക്കെ കഴിച്ചതിന് ശേഷം റൂമിലേക്കാണ് പോവുക. റൂമിലേക്കാണ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാവിലെയാണ് നമ്മൾ പോവുകയാണ്. അങ്ങനെ ഓരോ ദിവസം മാറിക്കൊണ്ടേ വരിക. അങ്ങനെയാണ് അവിടുത്തെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇറ്റലിയിൽ ഞാൻ 2 പ്രാവശ്യം പോയി അറിയാൻ കാരണം വേറെ ഈസ്റ്റേൺ ടൂറിസം ഇതിൽ ഈസ്റ്റേൺ യൂറോപ്പിൻ്റെ ആ ഭാഗത്ത് കൂടെ വന്നപ്പോൾ ഇതും കണ്ടു 2 പ്രാവശ്യം. അങ്ങനെ ഇതുവരെയുള്ള യാത്രാ എക്സ്പീരിയൻസ്, അതായത് എന്താണ് ഇതുവരെയുള്ള യാത്രകൾ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്? സ്വാധീനിച്ചെന്ന് പറഞ്ഞാൽ ലൈഫിൽ ഇത് എനിക്കെൻ്റെ ചോയ്സിനനുസരിച്ചിട്ട് ഹിസ്റ്ററിയിൽ ഭയങ്കര താല്പര്യമുള്ള ആളെ ഞാൻ സ്കൂളിൽ പഠിക്കണ കാലത്ത് തന്നെ. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് അതിനോട് ഭയങ്കര കൂടുതൽ താല്പര്യമില്ല. അപ്പോൾ അത് വെച്ചിങ്ങാണ്ട് ഇങ്ങനെ മനസ്സിലാക്കണം. അപ്പോഴുള്ള നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം വേണ്ട ഇപ്പോൾ അതിന് സൗകര്യങ്ങളുണ്ട്. മുമ്പ് നമ്മൾ വല്ല പുസ്തകത്തിൽ തപ്പിപ്പറിച്ചിട്ട് അപ്പോൾ ഈ 10 ഒരു രാജ്യത്തിൻ്റെ 10 ഇതുണ്ടാവും. അത് യൂട്യൂബിൽ തിരഞ്ഞാൽ ആ 10 എന്താ ഇതായിട്ട് കാണാനുള്ളത് ആ 10 അതായത് നോക്കിയെടുക്കുക. അപ്പം നമുക്ക് ആ രാജ്യത്തിനെ പറ്റിയിട്ട് കൂടുതൽ അത് നമ്മൾ ചോദിക്കുക, ഇവരോട് ട്രാവൽസിനോട് ചോദിക്കുക, അങ്ങനെ പോവുക. അപ്പം അത് ചില ഭാഗത്ത് കുറേ വിട്ടായിരിക്കും. അപ്പം നമുക്ക് താല്പര്യമുള്ള ഭാഗത്തൊക്കെ ഇവർ കാണിച്ചു വരുന്നുണ്ടെങ്കിൽ നമ്മളതിൽ കയറും. അങ്ങനെ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ മോസ്കോ പോവുക മറ്റേ റഷ്യയിൽ പോകുമ്പോൾ നമുക്ക് ഞാൻ ചോദിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇയാളെ വീട് കാണാൻ പറ്റുമോ മറ്റേതൊക്കെ ചോദിച്ചാൽ മറ്റെന്താ പറയുക, നമ്മളെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ സ്റ്റാലിൻ, അയാളെ വീട് അയാളെ പ്രദേശങ്ങളൊക്കെ ഇയാൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ പറ്റും. അത് ആ ഭാഗത്ത് പോവില്ല. നമുക്ക് ഇങ്ങനെ പോവും, സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ പോവും,
മറ്റേ മോസ്കോല ഇതിൽ ഇവിടെ പോവും, അങ്ങനെ പോവുള്ളൂ. അതിന് പോകണില്ല നമുക്ക് ആ യാത്ര ഇതിൽ എന്താ പറയുക, ഒരു ബോട്ട് എടുത്തിട്ട് ടൗണ് കംപ്ലീറ്റ് ഒക്കെ കാണേണ്ട ഒരു പരിപാടിയുണ്ട്. വെള്ളത്തിൻ്റെ ചുറ്റുപാടും കൂടാം. അങ്ങനെ പരിപാടിയുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. ഇതാണ് കാരണം. അപ്പോൾ അത് ശരിയാവും. പോയി നോക്കുമ്പോൾ കണ്ടും ചെയ്തു. 2 പ്രാവശ്യം മോസ്കോയിൽ ഇതിൽ പോയിക്കൊണ്ട്, പ്രാവശ്യം ഞാൻ മുപ്പരപ്പോൾ പോയത് ഞാൻ ട്രാവൽ. അങ്ങനെ ഒരു ഇതൊന്നുമില്ല നമുക്ക്. ഇവിടെ പാക്കേജിൻ്റെ ഇതിനനുസരിച്ചല്ല നമ്മൾ കണക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ അടുത്ത് പോയി 84 എത്ര പോയത്? അങ്ങനെ പോയിക്കൊണ്ടൊക്കെ കിട്ടണം. പോയിപ്പോൾ നോക്കിയിട്ട് എടുക്കണം, അതിൽ പോവുക. ഇതൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ഇതാണ് ഇപ്പോൾ അന്ന് ഉണ്ടായിരുന്നതൊക്കെ. അപ്പം അത് ഞാൻ പറഞ്ഞല്ലോ, 50 വയസ്സ് മുതൽ 60 വയസ്സ് വരെ, 60-65 വരെ. അങ്ങനെ ടാർഗറ്റിൻ്റെ കണക്കില്ല. കാരണം പോകുന്നത് നമ്മൾ ഒരു പാചകം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണുന്നതിലാണല്ലോ, അതേ ഉള്ളൂ. അല്ലാതെ ടാർഗറ്റ് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയല്ലേ, എനിക്കിപ്പോൾ ഒരു നിരാശ ഇപ്പോൾ ഈ തന്നെയാണ്. ഈ അർജൻറ്റീനയും വെറും മറ്റേ ബ്രസീൽ ഇവർക്കൊന്നും കാണാൻ താല്പര്യമുണ്ട്. പക്ഷെ അതിന് തക്കതായ കാര്യങ്ങൾ ശരിയാവണില്ല. പേപ്പർ വർക്ക് ശരിയായി വരുന്നില്ല. കാരണം ഡൽഹിയിൽ പോയി വിസ എടുക്കണം, ഉണ്ട് 10 ഉറുപ്പ്യ ഉണ്ടാക്കണതല്ല. പൈസ നമുക്ക് എന്തെങ്കിലും കാണിച്ച് ചെയ്യാതൊക്കെ പോകാമെന്ന് വിചാരിക്കും. പക്ഷേ ഈ വിസൻ്റെ ഇതിന് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു, പോയി കണ്ട് മടങ്ങണ പരിപാടി എനിക്ക് പറ്റില്ല. കാരണം സംഘം വിസ 3 എണ്ണം അടിച്ചായിട്ടുണ്ട്. 3ാമത്തേലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ മനസ്സിലാം. 2 എണ്ണത്തിന് നിരാശപ്പെട്ടു. ഒന്ന് ഞാൻ സെക്രട്ടറിൻ്റെ കൂടെ പോയത് നിരാശയാണ്, പോയി കിട്ടിയില്ല. വേറൊന്ന് കൊടുത്തിരുന്നു, അതിലൊന്ന് പോയി ഫെയിലായി. 3ാമത്തേനാണ് ഞാനിത് ഇതാവണം. അതന്നെ എന്താ വെച്ചാൽ പിന്നെ UK യൂറോപ്പും കൂടി കൂടിങ്ങാണ്ടില്ലൊരു സോമൻസിൻ്റെ പരിപാടിയിലൊക്കെ വന്നുകൊണ്ട് UK ആണ് പാസ്സായി. UK ഫെയിലായി. ഞാൻ ഈ പറഞ്ഞ 2 എണ്ണത്തിൽ ഒന്ന് UK ഫെയിലായി. ആ UK ഫെയിലായത് കിട്ടി. അതേസമയം മറ്റേ സംഘം വിസ അതും മറ്റേ എന്നെ ഡൽഹിക്കോ അല്ല ബോംബെക്ക് വിളിച്ചു, പല കോൺസുലേറ്റക്ക് പോയോ. കാരണം 4 ദിവസമുള്ളൂ, മനസ്സിലാക്കണം. നാളെ പോകുമ്പോഴാണ് ബോംബെ പോയി മറ്റേ കോൺസുലേറ്റ് കയറി, ഇറ്റലിൻ്റെ കോൺസുലേറ്റ് കയറി പേപ്പർ കൊടുത്തു. അപ്പം വൈഫിന് എന്താ കൊണ്ടുപോകാത്തതെന്ന് ചോദിച്ചു. വൈഫ് പറയണത് ഇങ്ങോട്ട് മനസ്സിലായി. അപ്പോൾ അങ്ങേപ്പുറത്ത് സായിവ് ഇരിക്കുന്നുണ്ട്, ഇതേമായി തന്നെ അമേരിക്കൻ്റെ US വിസക്കും അങ്ങനെ ഉണ്ടാവും. സായിവാടെ പുറത്ത് ഇരിക്കുന്നുണ്ടോ. അതിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഹൗസ് വൈഫാണ്. നമ്മൾ വൈഫ് ശരിക്കും ഹൗസ് വൈഫ് അല്ലാത്ത വേറെ എന്ത് പറഞ്ഞാലും സായിവ് സംഭവിച്ചില്ല, വൈഫിനായിട്ട് പോയാൽ മതിയാണ്. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അത് എനിക്ക് പറഞ്ഞു നിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഹൗസ് വൈഫാണ്. പിന്നെ നിങ്ങളൊരു പേപ്പറുണ്ട്, ഞങ്ങൾക്ക് ഈ ഇത് തള്ളിയപ്പം തന്നൊരു പേപ്പറുണ്ടല്ലോ, ആ പേപ്പർ അവിടെയാണ് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ കയ്യിലുണ്ട്, അത് കൊടുത്തപ്പോൾ ആ പെണ്ണ് സാഹിബിൻ്റെ കയ്യിൽ കൊടുത്തു. സാഹിബൊക്കെ നോക്കിയിട്ട് തിരിച്ച് മട്ടന്നെ കൊടുത്തു. അപ്പോൾ ആ പെണ്ണിൻ്റെ മുന്നിൽ നിന്നാണ് കയറി. അത് ശരിക്കും അവരെ ഹാജരാക്കിയിട്ടില്ല. ഞാൻ കൊടുത്തിക്കണം, അത് അയച്ചിട്ടില്ല. അതാണ് അതിൻ്റെ. പിന്നെ 2ാമത്തെ ഡയറക്റ്റായിട്ട് എന്നെ കാണാൻ നിർബന്ധം പറയണത് ഈ വൈഫിൻ്റെ പ്രശ്നം. ഇത് വൈഫുണ്ടെങ്കിൽ എപ്പോഴും ഏത് കൊടുക്കും, അമേരിക്കക്കും പെട്ടെന്ന് വിസ അങ്ങനെ ഒരു പരിപാടി. അവർക്കത് അങ്ങനെ അമേരിക്കൻ്റെ വിസൻ്റെ പിന്നെ പോയിട്ടില്ല. ഇല്ല, ഞാൻ അമേരിക്ക പോയിട്ടില്ല അല്ലേ? അതാണ് പോയത്. അപ്പോൾ അത് പ്രശ്നം എന്താ വെച്ചാൽ ചോദിക്കുന്ന ചോദ്യത്തിന് സഡൻ മറുപടി പറയണം. അമേരിക്കൻ ബിസിൻ്റെ കാര്യത്തിൽ സാഹിബിനോട് അങ്ങനെയാണ്. പക്ഷേ നമ്മൾ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇംഗ്ലീഷ് അറിയെങ്കിൽ തന്നെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് ചോദിച്ചാൽ നമ്മൾ ഡയറക്റ്റാവും. അപ്പോൾ അവിടെ നിന്ന് 3ാമത്തെ ആൾ മലയാളക്കാരുണ്ടാവും. അപ്പം എന്നോട് ഇങ്ങനെ പേപ്പർ എല്ലാം മറ്റൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാജ്യം ഏതാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോയിൽ ഏറ്റവും അമേരിക്ക കാണാൻ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. അമേരിക്ക കാണാൻ എനിക്ക് ഡയാഗ്ര പൾസ് ആണല്ലോ ആഗ്രഹം, മദാമേനി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോൾ ചോദിക്കുന്നത് ഈ അമേരിക്കക്ക് വരാൻ താല്പര്യം, ചോദ്യത്തിൻ്റെ ഗതി നോക്കണം, ഇതിൻ്റെ കാര്യം എന്താണ് ചോദിച്ചു. ഇങ്ങനെ ഈ അമേരിക്കനോട് നിങ്ങൾക്ക് ഇതുണ്ടാകാൻ കാരണം ഇങ്ങനെ വരണം എന്നുള്ളൊരു കാര്യത്തിൽ വരുന്നില്ല ചോദിച്ചു. അത് മമ്മ ട്രാൻസ്ലേറ്റ് ചെയ്യണം, ഇങ്ങോട്ട് ചോദിക്കുക നമ്മളോട്. അപ്പം എങ്ങനെയാണ് അമേരിക്ക പോകാൻ കാരണം എന്താണ് അമേരിക്ക കാണാൻ താല്പര്യത്തിൻ്റെ കാരണം പറയണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചെറുപ്പത്തിൽ പഠിക്കണ കാലത്ത് ഈ അമേരിക്കൻ റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ കണ്ടൊരു ഇതുണ്ടായിരുന്ന ഒരു വായനശാലയിൽ, നമ്മുടെ സാഹിബിൻ്റെ ആസ്പത്രിയിൽ അല്ല വായനശാല ഉണ്ടായിരുന്നല്ലോ ഓട്ടൻ്റെ കാര്യം. അപ്പോൾ അവിടെ സോവിയറ്റ് നാട് എന്ന് പറഞ്ഞ കണ്ട ഒരു തുമ്പ് വരും, അമേരിക്ക റിപ്പോർട്ടർ 15 ദിവസം കഴിഞ്ഞുമ്പോൾ വരും. അപ്പം ഞാനിതിങ്ങനെ വായിക്കും.
അന്നൊക്കെ വായനശീലമാണ്. അപ്പോൾ നമ്മളത് വായിക്കുമ്പോൾ എനിക്ക് അന്നൊക്കെ പോകാൻ ഒരു താല്പര്യം ഉണ്ടായി. അതിൽ ഈ സോവിയറ്റിൻ്റെ കാര്യം പറയാൻ പറ്റൂല. അമേരിക്ക റിപ്പോർട്ടർ വായിച്ചതിന് ശേഷമാണ് എനിക്ക് ഈ രാജ്യത്തിനോട് ഒരു ഇതുണ്ടായി. അത് ഇയാൾ ശരിക്കും ട്രാൻസ്ഫർ ചെയ്ത് പറഞ്ഞു. പിന്നെ ഒന്നും ചോദിച്ചില്ല, എൻ്റെ പാസ്പോർട്ട് മടങ്ങിയിരുന്നില്ല. അവർക്ക് മനസ്സിലായി അവിടെ പോയാൽ എന്തായാലും വെയിലായ പാസ്പോർട്ട് ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കഷ്ടമായിട്ട് വരും. അങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം. വിട്ടുപോയി. അത് കഴിഞ്ഞോട് മുന്നേ നോക്കും, പിന്നെ വല്ലാത്ത ചോദ്യമില്ല, വളരെ ഇഷ്ടപ്പെട്ടു നോക്കും. താങ്ക്സും പറഞ്ഞിട്ട് ഞാൻ പോകുകയും ചെയ്തു. കിട്ടി. അമേരിക്കയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? അമേരിക്കയില് അന്ന് 21 ദിവസം. 3-4 ദിവസത്തെ മറ്റേ ഷിപ്പിലുണ്ട്. ഈ കരീബിയൻ ഷിപ്പ് ഉണ്ടാകാം. ആ കരീബിയൻ ഷിപ്പിലൊരു 3 ദിവസം. നല്ലൊരു 3 നൈറ്റ് ആ ഷിപ്പുണ്ട്. വല്ല ഒരു ആഡംബരമാണത്. അത് പുറത്ത് പോയി നമ്മൾ കരീബിയൻ മറ്റേ ദ്വീപുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ കാണാം. ഒരു പകലൊക്കെ അങ്ങനെ കണ്ടുവരിക. രാത്രിയായ ബല എൻ്റർടൈൻമെൻ്റാണ്. അതിൽ പാട്ടും കാര്യങ്ങളും ഭയങ്കര ഇതാണ് സെറ്റ്. 2 ചോദ്യം കൂടി. ഇപ്പൊ ഞാൻ ലോകം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ പറയാം, എനിക്കൊരു 3 രാജ്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന 3 രാജ്യം സജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ കണ്ടത് പറയുകയാണെന്നുണ്ടെങ്കിൽ പറയല്ലേ പതിയെ പറയല്ലേ കുറവ് വരികയാണെങ്കിൽ നിർബന്ധമായി യൂറോപ്യൻ ഭാഗങ്ങളിൽ തന്നെ മറ്റേ സ്വിറ്റ്സർലൻഡ് കാണുക, ജർമ്മനി കാണുക, പിന്നെ ഓസ്ട്രിയ കാണും. ഓസ്ട്രിയ ചില ആൾക്കാർ ഈ ഭാഗം കാണുള്ളൂ, ആ ഭാഗം കാണും. ഈസ്റ്റേൺ യൂറോപ്പിൻ്റെ ആ ഭാഗത്തില്ല ഓസ്ട്രിയ. വിയന്ന തലസ്ഥാനം കാണും, അത് കാണും. അപ്പോഴേ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. വിയന്നയൊക്കെ നല്ല പേരുള്ള സ്ഥലമാണ്, സൈറ്റാണ്. നിങ്ങളുടെ അഭിപ്രായത്തിലോ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു 3 രാജ്യങ്ങൾ? പിന്നെ ഇതുവരെ ചൈന ഉണ്ട്, ചൈന, യുഎസും കാണാറ്. യുഎസിൽ പിന്നെ എന്താ വെച്ചാൽ 13-12 സ്റ്റേറ്റ് കവർ ചെയ്യുന്നത് ഒക്കെ കൂടെ അല്ലേ. ബസ്സിൽ ഇങ്ങനെ പോവല്ലോ നിൽക്കാതെ. 13 രാജ്യം ഞങ്ങൾ 13 ദിവസം കൊണ്ട് ബസ്സിൽ ഇങ്ങനെ ഇരിക്കുക. രാത്രി 1 മണിക്ക് വീട്ടിൽ വരും, രാവിലെ 4 മണിക്ക് എണീച്ച് പോകും. പിന്നെ ആ പാസ്പോർട്ടിൽ കുറെ സീലുണ്ടാവും. നല്ല ഇപ്പത്തെ ഞങ്ങള് ബാൽക്കൺ, ഞങ്ങൾ ചെക്ക് റിപ്പബ്ലിക് അവിടെ ഇവിടെ ഒക്കെ പാടെ പോയില്ലേ. അടുത്ത രാജ്യം ഏതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പോകാൻ? ഒരുപാടുണ്ട്, മനസ്സിൽ നോക്കട്ടെ. വരുന്നത് ഏതാ അല്ലത് അതിലാണ് കയറുക. അല്ല വേറെ മറ്റേ ഇയാള് പറഞ്ഞ മാതിരി പോയ ബസ്സൊക്കെ പോയി ഇനി വരാൻ്റെ ബസ്സിൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇല്ലാതിരിക്കട്ടെ. അതല്ല ഞാൻ പറഞ്ഞ പോകുമ്പോ അങ്ങനെ വീട്ടിൽ ഉണ്ടായില്ല അങ്ങനത്തെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കൂടെ പോരുന്നവർക്കൊക്കെ യാത്രക്കാരൊക്കെ പറയാറുണ്ട്. നമ്മളാ ഇവിടെ പോയപ്പോൾ ആകെ പ്രശ്നം ലഡാക്കില് ലഡാക്ക് 13 ആളിലെ 5 ആളും ആശുപത്രിയില്ലേ. ഒരു ഗുളിക കഴിച്ചില്ല, ഞാൻ ഗുളിക കഴിച്ചിട്ടില്ല. ഒരു ഗുളിക ഉണ്ട് അവിടെ. ഞാൻ എന്താ പറയാ, ഓക്സിജൻ കിട്ടാത്ത രാജ്യല്ലേ. പിന്നെ ലാസ്റ്റ് ചോദ്യം, ഇന്ത്യയിൽ നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറയാം ഡൽഹിയാണ്. ഡൽഹി നമ്മൾ ചരിത്രപരമായിട്ടുള്ളത്. പിന്നെ നമ്മൾ തൊട്ടടുത്ത മൈസൂർ പോകുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പോയി വന്നാണ്. പക്ഷെ മൈസൂർ എന്ന് പറഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ബാംഗ്ലൂർ അല്ല, മൈസൂരാണ് ഏറ്റവും കൂടുതൽ. പിന്നെ തമിഴ്നാട് ഇപ്പോൾ നോർത്ത് സൈഡിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ കൽക്കത്ത ആ ഭാഗത്തൊക്കെ പോകണം. പിന്നെ എങ്ങോട്ട് പോകണം, ഏതോ ആസാം, മണിപ്പൂർ, മേഘാലയ അവിടെയൊക്കെ പോയി. മണിപ്പൂരൊക്കെ പോയിക്കണേ കേട്ടോ. മണിപ്പൂർ, മേഘാലയ, ആസാം അതൊക്കെ ഒരു ഇതാണ്. ഒരു കുറേ ചരിത്രപരമായിട്ട് നമ്മൾ ജനേറ്റൊക്കെ അടുക്കുന്ന. പാകിസ്ഥാനിൽ പോയിട്ടുണ്ടോ? പാകിസ്ഥാനിലേക്ക് ചാൻസ് കിട്ടാൻ ആദ്യമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോഴും. എന്താണെന്ന് വെച്ചാൽ ഒന്നുമല്ല, നമ്മളെ സഹോദരന്മാർ അവിടെ ഉണ്ടല്ലോ. ഇവിടുന്ന് പട്ടിക്കാടുന്ന് ഇവിടുന്നൊക്കെ പോയ ആൾക്കാർ നമ്മളെ നാട്ടുകാരൊക്കെ അവിടെ ഉണ്ട്. പ്രൊസീജിയർ ഇല്ല, പക്ഷെ നമ്മളെ നാട്ടിൽ നിന്ന് ഇവർ വിടുവോന്നില്ലാണ്, വിസ കിട്ടാൻ വിടുവോന്നില്ലാണ്. അവർക്ക് പ്രശ്നമില്ലാതാണ് ഞാൻ കേട്ടത്. അതിപ്പോൾ ഇയാൾ പോയി സഞ്ചാരത്തിൽ ഇയാൾ പറയും, നമ്മളെ കുളങ്ങര പറയുന്ന ആളാണ്. ഈ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യങ്ങൾ കാണാതിൻ്റെ. ഓക്കെ, അപ്പോൾ വണ്ടൂരിലെ സഞ്ചാരികളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അവരുടെ എക്സ്പീരിയൻസ് എല്ലാം മനസ്സിലാക്കി. അപ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇവർക്ക് രണ്ടുപേർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. താങ്ക് യു.